ഇവിടെ 2 ഇഞ്ചിൻ്റെ 1.5 അടി പൈപ്പ് PVCയുടെ ഞാൻ എടുത്തിട്ടുണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് തുണി എങ്ങനെ ഉണക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടിപ്പാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇവിടെ നമ്മൾ 2 ഇഞ്ചിൻ്റെ എൻഡ് ക്യാപ്പ് എടുത്തിട്ടുണ്ട്, 2 എടുത്തിട്ടുണ്ടേ. എൻഡ് ക്യാപ്പിൽ നമുക്ക് ഓരോ ഹോൾ ഇട്ട് കൊടുക്കണം. അതിനു മുമ്പ് ഈ വണ്ണത്തിലുള്ള ഒരു കയറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമുക്ക് ഈ എൻഡ് ക്യാപ്പിൻ്റെ അകത്തൂടെ ഹോൾ ഇടുമ്പോൾ ഈ വണ്ണത്തിൽ വേണം ഇടാൻ. ഈ കയറ് കടന്നു പോകുന്ന വണ്ണത്തിലുള്ള ഹോൾ വേണം ഇടാനായിട്ട്. ഞാനിവിടെ സോൾഡറിങ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. സാധാരണ കമ്പി പഴിപ്പിച്ച് ഹോൾ ഇട്ടാലും മതി. ഹോൾ അടിച്ച് കഴിഞ്ഞിട്ട് ആ ഹോളിന് ചുറ്റും പ്ലാസ്റ്റിക് ഉരുക്കി പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ നമ്മളത് പേന, കത്തിയോ ആരോ ഒക്കെ ഉപയോഗിച്ചിട്ടൊന്ന് രാഗി കളയണം. ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഹോൾ അടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ കയറൊന്ന് കടത്തി നോക്കണം, സ്മൂത്തായിട്ട് റണ്ണ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ നമ്മുടെ നല്ല സ്മൂത്തായിട്ട് റണ്ണ് ചെയ്യുന്നുണ്ട്. എൻഡ് ക്യാപ്പ് തൽക്കാലം മാറ്റി വെച്ചേക്കാണ്. നമ്മളിപ്പോൾ ഇവിടെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ക്ലിപ്പാണ്. ഇത് 12 എണ്ണത്തോളം ഉണ്ട്. 40 രൂപയാണ് ഇതിൻ്റെ വില. ഓൺലൈനിൽ നിന്നൊക്കെ നമ്മൾ ക്ലിപ്പ് മേടിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഒരു 4-5 ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്പ്രിങ് ആക്ഷൻ പോയിട്ട് അത് ഉപയോഗിക്കാൻ കൊള്ളാതെ ആവും. അപ്പോൾ അതുകൊണ്ട് കടയിൽ നിന്ന് പരമാവധി മേടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പോയിട്ട് ഉറപ്പൊക്കെ നോക്കി മേടിക്കാമല്ലോ. ഈ ഒരു ക്ലിപ്പിന് നല്ല സ്പ്രിങ് ആക്ഷനുണ്ട്, നല്ല ടമ്പറുണ്ട്. അതായത് നമ്മൾ തുണി ഇതിലോട്ട് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഊർന്നു പോവാതെ നല്ല ബലത്തിലിരിക്കും. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമുക്കത് പിടിക്കുമ്പോൾ തന്നെ അറിയാം, നല്ല കട്ടിയും കനവും ഒക്കെ അതിന് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ക്ലിപ്പിൽ ഒരു ഹോളിൻ്റെ ആവശ്യമുണ്ട്, വളരെ ചെറിയൊരു ഹോള് ആവശ്യമുണ്ട്. പക്ഷേ നിലവിൽ സാധാരണ ചില ക്ലിപ്പിലൊക്കെ ഹോളുണ്ട്, പക്ഷേ ഇതിലില്ല. നല്ല കട്ടിയുള്ള മെറ്റീരിയലൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഹോൾ അടിച്ചു കൊടുക്കണം. വളരെ ചെറിയൊരു ഹോൾ, അതായത് ഒരു ചെറിയ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കയറ് കടന്നു പോകാൻ പാകത്തിനുള്ള ഒരു ഹോളാണ് നമുക്കിതിലിടേണ്ടത്. അപ്പോൾ ഞാനിവിടെ സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് ആ ഹോളൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലൊരു ഹോളിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എല്ലാത്തിലും ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 2 ഇഞ്ചിൻ്റെ 1.5 അടി നീളത്തിലുള്ള പൈപ്പുണ്ട് PVCയുടെ. അപ്പം ഈ പൈപ്പിൽ തുല്യ അകലത്തിൽ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം. ഈ ഹോളും ചെറിയൊരു ഹോള് മതി, അതായത് ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കയറ് കടന്നു പോകാൻ പാകത്തിനുള്ള ഹോള് മതി. അപ്പോൾ അത് തുല്യ അകലമാകുമ്പോഴാണ് അതിനൊരു ഭംഗി. അപ്പോൾ ഞാനിവിടെ സ്കെയിലൊക്കെ ഉപയോഗിച്ച് അളവൊക്കെ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. പൈപ്പിൻ്റെ 2 സൈഡിലും നമുക്ക് ഹോൾ അടിച്ച് കൊടുക്കണം. അപ്പം അത് അളവെടുത്ത് ചെയ്യുമ്പം 2 ഹോളും ഒരേ ഡയറക്ഷനിൽ വരും. അങ്ങനെ വരുമ്പോഴാണ് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ 1.5 അടിയുടെ ഈ പൈപ്പിൽ നമുക്ക് ഒരു സൈഡിലൊരു 15-12 ഹോളൊക്കെയാണ് ഇടാൻ പറ്റുക. ഈ എൻഡ് ക്യാപ്പ് വരുമ്പം 2 ഹോള് അതിൻ്റെ ഉള്ളിലോട്ട് പോകും. അപ്പം മൊത്തം നമുക്ക് 12 ഹോളാണ് ഒരു സൈഡിൽ കിട്ടുക. ഇവിടെ നമ്മൾ ഹോൾ അടിക്കാനുള്ള മാർക്കൊക്കെ നിശ്ചിത അകലത്തിൽ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഹോൾ അടിച്ചു കൊടുക്കാം. ഇടുന്ന ഹോളുകൾ ഇത്തിരി വലുപ്പമായാലും കുഴപ്പമൊന്നുമില്ല, കാരണം PVC പൈപ്പിന് നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഹോളിന് ഇത്തിരി വലുപ്പം കൂടിയാലും ഒരു ബലക്കുറവ് ഫീൽ ചെയ്യത്തില്ല. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഹോളിന് ഇത്തിരി വലുപ്പം കൂടിയാലോ ഹോൾ ഇത്തിരി അടുത്തടുത്ത് വന്നാലോ അത് മൊത്തത്തിൽ അതിൻ്റെ ഒരു പെർഫോമൻസിനെ ബാധിക്കും. കാരണം പ്ലാസ്റ്റിക് ബോട്ടിലിലെ കനം നമുക്കറിയാം, അടുത്തടുത്ത് ഒരു ഹോൾ വരുമ്പോൾ അതിന് ബലക്കുറവ് ഫീൽ ചെയ്യും. പക്ഷേ PVC പൈപ്പിന് കട്ടിയുള്ളതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. മാത്രമല്ല ഹോൾ ഇത്തിരി വലുതാക്കിയിട്ടുള്ള ഒരു ഗുണം, നമുക്കിതിൻ്റെ അകത്തൂടെ ചെറിയ പ്ലാസ്റ്റിക് കയർ ബുദ്ധിമുട്ടില്ലാതെ 2 അറ്റത്തുമുള്ള ഹോളിലൂടെ പ്ലാസ്റ്റിക് കയർ കടത്തിയെടുക്കാൻ പറ്റും. പൈപ്പിൻ്റെ 2 സൈഡിൽ നമ്മൾ ഒരേപോലെ വരുന്ന രീതിയിൽ ഹോൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചരട് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ PVC പൈപ്പിൽ ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഹോളിൽ കൂടെ കടത്തി അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഹോളിൽ കൂടെ കടത്തിയെടുക്കണം. അപ്പം ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, കടത്തിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. 2ാമത്തെ ഹോൾ ഇത്തിരി ചെറുതാണ്, അപ്പോൾ കടന്നു വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോൾ ഇത്തിരി വലുപ്പം കൂടിയാലും കുഴപ്പമില്ല, ഇങ്ങനെ കടത്തിയെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഹോളിന് ഇത്തിരി വലുപ്പം കൂട്ടുക. ഇത് PVC പൈപ്പിൽ വലുപ്പം കൂട്ടിയാൽ കുഴപ്പമില്ല. PVC പൈപ്പിൻ്റെ 2 ഹോളിലൂടെയും ചരട് കടത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ചരടിൻ്റെ ഒരറ്റം നമ്മൾ ക്ലിപ്പേൽ ഹോൾ അടിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഹോളിൻ്റെ അകത്തൂടെ കടത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ക്ലിപ്പേലും ചരടയിലും കൂട്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ചരടും ക്ലിപ്പും തമ്മിൽ ഇത്തിരി മുറുക്കത്തിൽ കെട്ടിക്കൊടുക്കണേ. ക്ലിപ്പും ചരടും കെട്ടിക്കഴിഞ്ഞാൽ
ഒരു നിശ്ചിത അകലം ഇട്ടിട്ട് ചരട് മുറിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് രണ്ടും കൂടെ കൂട്ടി കെട്ടി കൊടുക്കണം. ഇവിടെ നമ്മൾ ക്ലിപ്പും ചരടും എല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻഡ് ക്യാപ്പാണ് ഇതിലോട്ട് കണക്ട് ചെയ്യേണ്ടത്. എൻഡ് ക്യാപ്പിലേക്ക് നമ്മൾ കയറ് കടത്തിയെടുക്കുമ്പോൾ ഇതുപോലെ പുറകിക്കട വേണം കടത്തിയെടുക്കാനായിട്ട്. മറ്റേ രണ്ടാമത്തെ എൻഡ് ക്യാപ്പിൽ കയറ് കടത്തുമ്പോഴും അതുപോലെ തന്നെ പുറകുവശത്തൂടെ കയറ് കടത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. രണ്ട് എൻഡ് ക്യാപ്പിലൂടെയും കയറ് കടത്തിയെടുത്തിട്ട് വേണം പൈപ്പിൻ്റെ അകത്തൂടെ നമുക്ക് കയറ് കടത്തിയെടുക്കാനായിട്ട്. നമ്മൾ എൻഡ് ക്യാപ്പ് ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ എൻഡ് ക്യാപ്പ് ആകുമ്പോഴാണ് നല്ല ഒരു ഫിനിഷിങ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അതുപോലെ നമുക്ക് ഈ കയറിൻ്റെ ലെങ്ത് അതായത് രണ്ട് കയറുകൾ തമ്മിൽ കൂട്ടി കിട്ടുമല്ലോ, ആ കെട്ടൽ നമുക്ക് ഈ പൈപ്പിൻ്റെ അകത്തോട്ടാക്കാൻ പറ്റും. അപ്പോൾ പുറമേക്ക് ആ കെട്ട് ഇങ്ങനെ കാണുകയല്ല, പൈപ്പിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആ കെട്ട് നിർത്താൻ പറ്റും. ഇവിടെ നമ്മൾ രണ്ട് എൻഡ് ക്യാപ്പിലൂടെ കയറ് കടത്തിയിട്ട് പിന്നെ നമ്മുടെ PVC പൈപ്പിൻ്റെ അകത്തൂടെയും കൂടെ കയറ് കടത്തി നമ്മൾ കയറ് കെട്ടുകയാണ്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കയറിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള നീളം കണക്കാക്കിയിട്ട് കയറുകൾ കൂട്ടി കെട്ടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൈപ്പിൻ്റെ അകത്ത് തന്നെ ഈ കയറ് കയറ്റി വെക്കാൻ പറ്റും. അപ്പോൾ പുറമേക്ക് കെട്ടൊന്നും കാണുകയില്ല. അപ്പോൾ ഇതുപോലെ വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ അകത്തോട്ട് കടത്തി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് എൻഡ് ക്യാപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു കൊടുക്കുക. എൻഡ് ക്യാപ്പ് നമ്മൾ ഇവിടെ ഒട്ടിക്കുന്നൊന്നുമില്ല, വളരെ നന്നായിട്ട് മുറുക്കി കൊടുത്താൽ മതി. നല്ല ബലത്തിൽ ഒന്ന് മുറുക്കി അടച്ചു കഴിഞ്ഞാൽ നല്ല ബലത്തിൽ അത് നിന്നോളും. എൻഡ് ക്യാപ്പിൽ നമ്മൾ നീളം അഡ്ജസ്റ്റ് ചെയ്താലും കുറച്ച് കയറ് പിന്നെ നീളം കൂടുതലായിട്ട് ബാക്കിയുണ്ടാവും. അപ്പം നമുക്കിതുപോലൊരു കുരുക്കുണ്ടാക്കിയെടുക്കണം, ഒരു ഹുക്ക് പോലെ. അതായത് ഒരു ഹുക്ക് നമുക്ക് ഈ കുരുക്കയിൽ കൊളുത്തി ഇടുകയും വേണം, നീളം ബാക്കിയുള്ളത് അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം. അതനുസരിച്ചൊരു കുരുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഈ ഹുക്കിന് ഇതുപോലൊരു ഹുക്ക് മേടിക്കണം. ഇതിനൊരു 10 രൂപയൊക്കെ വില വരത്തുള്ളൂ. ആ ഹുക്കാണ് നമ്മൾ ഇതിലിങ്ങനെ കൊളുത്തിയിടുന്നത്. ഇത് വലിയ ഹുക്കാണ്. ഇതിൻ്റെ ചെറുതും അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ 2 ഹുക്ക് മേടിച്ചിട്ടുണ്ട്. നമ്മുടെ സൗകര്യാർത്ഥം ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കുക. ഈ ചെറിയ ഹുക്ക് ഇടുമ്പോൾ ആ കുരുക്കിൻ്റെ നീളം ഇത്തിരിയും കൂടെ കുറയ്ക്കണം. നമുക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് ഇതുപോലെ ഇത് തൂക്കിയിടാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു ബെനിഫിറ്റ്. ഇതുപോലെ ടവലും മാസ്കും ഷർട്ടും ഒക്കെ തൂക്കിയിടാൻ പറ്റും. ഒരു 12 ഡ്രസ്സുകൾ ഷർട്ടായാലും പാൻറ്റായാലും ഹാങ്ങറയിൽ ഇതുപോലെ കൊളുത്തിയിടാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.